പ്രത്യേകിച്ചും രജത്ജിയായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുറേ പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഉജ്ജയിനിൽ നടന്ന ഒരു വലിയ യാഗത്തിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട് അദ്ദേഹമായിട്ട്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ്. കാരണം ഒരു മുരുകയുഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് പ്രാവർത്തികമാകേണ്ടതാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ. കാര്യം മാത്രമല്ല, അതിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ പല സ്ഥലങ്ങളിലും കാണുന്നുമുണ്ട്. പല കണ്ടുപിടുത്തങ്ങളും പിന്നെ വന്ന പല കണ്ടുപിടുത്തങ്ങൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. ഇപ്പം ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതാരാ? എത്രയോ കാലഘട്ടത്തിന് മുമ്പ് വരാഹമൂർത്തിയുടെ തേറ്റയ്ക്കുള്ളിൽ ഉരുണ്ട ഭൂമിയെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അത് നമ്മളൊക്കെ ചെറുപ്പം കടന്നു വന്നുകൊണ്ട് പറയാം. എല്ലാവരും അംഗീകരിക്കുന്നതിനെ എതിർക്കുക, അതായത് വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടതിനെ എതിർക്കുക, അതൊരു ഫാഷൻ. അപ്പം അങ്ങനെയുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നു. പക്ഷേ ഇവിടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ മുറുക്കി പിടിച്ചതാരാണ്? ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? വെളിയിലുള്ള ആൾക്കാർ, ഭാരതത്തിന് വെളിയിലുള്ള ആൾക്കാർ ഈ സംസ്കാരത്തിലേക്ക് വരാൻ വേണ്ടി അവരെല്ലാം ഉപേക്ഷിച്ചെത്തുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ ഭാരതത്തെ ഒരു വിശ്വഗുരുവായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ യോഗ, ഇന്ന് ലോകം മുഴുവൻ യോഗ ആൾക്കാർ. യോഗ എന്ന് പറയുന്നത് എക്സസൈസ് മാത്രമല്ല, അതൊരു വലിയ ധ്യാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. കുറേ പേര് തന്നെ എക്സസൈസ് ആയിട്ട് കാണുന്നവരുമുണ്ട്. അല്ല, ഇപ്പോൾ മോദിജി നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ഈശ്വരൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. സല്യൂട്ട് ഭാരതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സല്യൂട്ട്. ഇപ്പം എല്ലാവരും സുഖായിരിക്കുകയാണല്ലോ അല്ലേ? ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ ഞങ്ങളുടെ ചാനൽ വഴി നിങ്ങൾ അറിയുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഒരുപാട് നല്ല വിശേഷങ്ങളുമായിട്ട് ചേരുന്നത് 80s ആ ഒരു ലാസ്റ്റ് ടൈമുകളിലൊക്കെ അഭ്രവാളികൾ, സിനിമാ അഭ്രവാളികളിൽ തിളങ്ങി നിന്നൊരു പേരുണ്ട്, വിജി തമ്പി, ഡയറക്ടർ വിജി തമ്പി. അപ്പോൾ അദ്ദേഹം പക്ഷേ സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സല്യൂട്ട് സർ. ഇവിടുത്തെ ഒരു രീതിയാണ് സല്യൂട്ട് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആദരവോടെ ഞങ്ങളുടെ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നത് അങ്ങനെയാണ്. സർ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് സ്പിരിച്വലിസത്തിൻ്റെയും നാഷണലിസത്തിൻ്റെയും വക്താക്കൾ എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള വിശേഷങ്ങളാണ് കൂടുതൽ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സാറിനെ പോലെ ഈ രണ്ട് രംഗത്തും ശോഭിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ പ്രേക്ഷകരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കുന്നു. സർ, LMRKയെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങുണ്ടെന്ന് അറിയാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അല്ല, എനിക്കത് വളരെ താല്പര്യം തോന്നിയിട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ചും രജത്ജിയായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുറേ പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഉജ്ജയിനിൽ നടന്ന ഒരു വലിയ യാഗത്തിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട് അദ്ദേഹമായിട്ട്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ്. കാരണം ഒരു മുരുകയുഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് പ്രാവർത്തികമാകേണ്ടതാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ. കാര്യം മാത്രമല്ല, അതിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ പല സ്ഥലങ്ങളിലും കാണുന്നുമുണ്ട്. അതെന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ടായ ഒരു എന്താ പറയുക, ഒരു ഇൻറ്റ്യൂഷനിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അത് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിക്കാതെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനൊരു ചിന്തയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ മാറി എന്നുള്ളത്. അപ്പോൾ അത് മാറ്റപ്പെട്ടതാണ്. അപ്പം ഈശ്വരൻ തന്നെ തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികളിൽ ഒരാളാണ് ശ്രീ രജത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറേയധികം വർഷങ്ങൾക്ക് പുറകോട്ട് പോവുകയാണ്. വിജി തമ്പി സാറിനെ ഞങ്ങൾ പല ഫംഗ്ഷനിലൊക്കെ കാണുമ്പോൾ വലിയ ഡയറക്ടറായിട്ട് നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്നൊരു ആൾ കുറച്ച് നാളിന് ശേഷം ഒരു സാത്വികനെ പോലെ, ഒരു സന്യാസിനെ പോലെ, ഒരു അറ്റയർ പോലും വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അങ്ങയുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടോ ഒരു ചേഞ്ച്? അതോ പണ്ട് തൊട്ടേ ഈ ഒരു എന്താ പറയുക ക്ഷേത്ര സംരക്ഷണം അല്ലെങ്കിൽ ഹിന്ദുത്വ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊക്കെ തോന്നിയിരുന്നോ പണ്ടേ? അല്ല, പണ്ട് തൊട്ടേ ഞാനൊരു ഈശ്വര വിശ്വാസിയായിരുന്നു. പണ്ട് എൻ്റെ കുടുംബത്തിലെ സാഹചര്യമൊക്കെ അങ്ങനെയായിരുന്നു. ഞങ്ങൾ അച്ഛനായാലും അമ്മയായാലും എല്ലാം വളരെ ഈശ്വര വിശ്വാസികളും. മാത്രമല്ല ഞങ്ങൾക്ക് സ്വന്തമായ ക്ഷേത്രമൊക്കെ ഉണ്ട്, കുടുംബക്ഷേത്രമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത്. പിന്നെ ഒരു കുറച്ചു കാലം ഞാൻ അതിൽ നിന്നൊക്കെ മാറിയൊരു എത്തിസ്റ്റായിട്ടൊക്കെ മാറിയൊരു കാലഘട്ടമുണ്ട് എനിക്ക്. അത് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. അതിന് തിരിച്ച് ഞാൻ ഒരു കലാരംഗത്തേക്ക് വന്നപ്പം വീണ്ടും അതല്ല ശരി, യഥാർത്ഥ ശരി ഇതാണ് എന്നുള്ള. പിന്നൊരു ഹിന്ദുത്വം എന്ന് പറയുന്നത്
യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാ ഹിന്ദുക്കളല്ലേ? തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയാ, പലരും ആ ഒരു സംസ്കാരത്തിൽ നിന്നും വിട്ടു പോയ ഒരു സാഹചര്യത്തിൽ അതിനെ കൂട്ടിപ്പിടിക്കണമെന്ന് ചിന്തിച്ച് കുറച്ച് ആളുകളിൽ ഒരാൾ അങ്ങ് കൂടിയാണ്. തീർച്ചയായിട്ടും വേണം. കാരണം നമുക്കൊരു സംസ്കാരം ഉണ്ടാവണല്ലോ. കാരണം ലോകത്തെ എല്ലാ സംസ്കാരങ്ങളും നശിച്ചപ്പോഴും ഭാരതത്തിന്റെ സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഋഷിവര്യന്മാർ അവരുടെ സ്വപ്നത്തിലൂടെ ഉണ്ടാക്കിയാണ്. പല കണ്ടുപിടുത്തങ്ങളും പിന്നെ വന്ന പല കണ്ടുപിടുത്തങ്ങൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. ഇപ്പം ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതാരാ? എത്രയോ കാലഘട്ടത്തിന് മുമ്പ് വരാഹമൂർത്തിയുടെ തേറ്റയ്ക്കുള്ളിൽ ഉരുണ്ട ഭൂമിയെ കാണിച്ചിട്ടുണ്ട്. ആ പഴയ ശ്ലോകങ്ങളിലും പഴയ നമ്മുടെ വേദങ്ങളിലും എല്ലാം അത് വ്യക്തമായിട്ട് പറയുന്നില്ലേ? അപ്പൊ അതൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സാധാരണ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും ആലോചിക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭൂമിയുടെ അവസ്ഥ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇന്ന് നമുക്ക് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അപ്പൊ അവരുടെ ദർശനത്തിലൂടെയാണ് അവർ കണ്ടെത്തിയത് പല കാര്യങ്ങളും. ഇപ്പൊ സൂര്യനായാലും ചന്ദ്രനായാലും സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ദർശനങ്ങളിലൂടെയാണ് കണ്ടെത്തിയത്. അപ്പൊ ആ ഋഷീശ്വരന്മാരെന്ന് പറഞ്ഞാൽ അവർ ആ അത്രത്തോളം അവർ ആ ഒരു ധ്യാനത്തിലും അവരുടെ ആ ഒരു ഏകാഗ്രതയിലും കൂടെ കൊണ്ടുവന്നു. ഇന്നത്തെ കാലത്തും ഇപ്പൊ ആധുനിക കാലഘട്ടത്തിലും ഹിമാലയത്തിലെ തണുത്ത് മഞ്ഞു ഉറയുന്ന എത്രയോ സ്ഥലങ്ങളിൽ സാധാരണക്കാർക്ക് എത്രയോ ഡ്രസ്സും അതിൻ്റെ എല്ലാ സെറ്റപ്പും കൂടി പോകുന്ന ഒരു അതായത് ഒരു കൗബീന മാത്രം കൊടുത്ത് അല്ലെങ്കിൽ പൂർണ്ണ നഗ്നരായിട്ട് ഇന്നും ഹിമാലയത്തിലെ കൊടും തണുപ്പിൽ ജീവിക്കുന്ന സന്യാസിമാരില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അവരെങ്ങനെ ജീവിക്കുന്നു? അപ്പോൾ അവരുടെ ആ മനഃശക്തി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ധ്യാനത്തിൻ്റെ ശക്തിയാണ്. ആ ധ്യാനം ഇന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇതിനകത്ത് എത്രയോ ഉയരത്തിലായിരിക്കും അന്നത്തെ ആൾക്കാരുടെ ആ ധ്യാനത്തിൻ്റെ ശക്തി. അത് നമ്മൾ അംഗീകരിക്കണം. ഭാരതത്തിന്റെ സംസ്കാരം, ഭാരതത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് ഋഷി പരമ്പരയിലൂടെ ഉണ്ടായതാണ്. അതാണ് നമ്മുടെ ഭാരതത്തിന്റെ ഇന്നും നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അതെ. ഇപ്പോൾ നമ്മുടെ പിന്നെ ഏകദേശം ഒരു 15 ഇയേഴ്സിനൊക്കെ മുമ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്കാരത്തെ തള്ളി പറയുന്നതൊരു ഫാഷൻ അല്ലേ, അങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു. എനിവേ ഈ വർഷങ്ങളിലൊക്കെ അതിൽ നിന്നും വിഭിന്നമായിട്ട് കുറച്ചധികം ആളുകൾ നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ട് എന്നുള്ളതൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എപ്പോഴും നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. നമ്മളൊക്കെ ചെറുപ്പം കടന്നു വന്നുകൊണ്ട് പറയാം, എല്ലാവരും അംഗീകരിക്കുന്നതിനെ എതിർക്കുക, അതായത് വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടതിനെ എതിർക്കുക, അതൊരു ഫാഷൻ. അപ്പം അങ്ങനെയുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പക്ഷേ ഇവിടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ മുറുക്കി പിടിച്ചതാരാണ്? ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? വെളിയിലുള്ള ആൾക്കാർ, ഭാരതത്തിന് വെളിയിലുള്ള ആൾക്കാർ ഈ സംസ്കാരത്തിലേക്ക് വരാൻ വേണ്ടി അവരെല്ലാം ഉപേക്ഷിച്ചെത്തുന്നു. അപ്പൊ അത് ആ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ശരിയാണ്. വൃന്ദാവനത്തിലും മധുരയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വിദേശികളെ എല്ലാം മറന്ന് കണ്ണനും ഗോപികമാരുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. മാത്രമല്ല നമ്മുടെ സന്യാസാശ്രമങ്ങളിൽ പോയാൽ തന്നെയും അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു അടുക്കും ചിട്ടയും ഇല്ലായ്മയിൽ നിന്നാണ് അവര് ഒരു കൃത്യമായ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പൊ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഈ കാലഘട്ടത്തിലല്ല, പണ്ടത്തെ വിവേകാനന്ദ സ്വാമിയുടെ കാലഘട്ടത്തിൽ പോലും എത്രയോ ആൾക്കാരാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. എത്രയോ അത് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം ഇന്നിപ്പം നമ്മുടെ ലോകം മുഴുവൻ ഭാരതത്തെ ഒരു വിശ്വഗുരുവായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ യോഗ ഇന്ന് ലോകം മുഴുവൻ യോഗ ആൾക്കാർ, യോഗ എന്ന് പറയുന്നത് എക്സസൈസ് മാത്രമല്ല, അതൊരു വലിയ ധ്യാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് മനസ്സിലാക്കി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. കുറെ പേര് തന്നെ എക്സസൈസ് ആയിട്ട് കാണുന്നവരുമുണ്ട്. എനിവേ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഈ യോഗയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്കാരത്തെയൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാൻ അദ്ദേഹത്തിനാവും വിധമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത വിശ്വഗുരു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട് അദ്ദേഹം ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു LMRKയുടെ ചില പ്രവർത്തനങ്ങളും നമുക്ക് എന്താ പറയുക ഭാരതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, ഇപ്പോൾ മോദിജി നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ഈശ്വരൻ തിരഞ്ഞെടുക്കുന്നു പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. കാരണം ഈ ഭാരതം ഇന്നത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഇപ്പോൾ 12 വർഷം ഒരു വ്യാഴവട്ടമാവുന്നു അദ്ദേഹം ഭരണത്തിൽ കയറിയിട്ട്. ഒരു വ്യാഴവട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ വേദങ്ങളിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു വ്യാഴവട്ടം തന്നെയാണ് അദ്ദേഹം ഭരണത്തിൽ കയറിയിട്ട്. ഒരു വ്യാഴവട്ടത്തിനുള്ളിൽ ഭാരതത്തിന് എന്തുമാത്രം മാറ്റങ്ങൾ വന്നു.
ഭാരതത്തെ നമ്മളെ മറ്റ് രാഷ്ട്രങ്ങൾ രാജ്യങ്ങൾക്കാണ്. ഏത് രീതിയിൽ അംഗീകരിച്ചു. ഇന്ന് ഭാരതം പറയുന്ന ഒരു കാര്യത്തിന് ലോകം മുഴുവൻ കാതോർക്കുന്ന ഒരു അവസ്ഥ വന്നില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ പലപ്പോഴും നമ്മളിപ്പോൾ മോദിജിയുടെ യാത്രകൾ നമ്മൾ നോക്കൂ, ഏത് രാജ്യത്ത് പോയാലും അദ്ദേഹം എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത്? നമസ്കാരം പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ്, ചേർത്ത് നിർത്തിക്കൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അതിനൊരു ഫോർമലാണ്, അതൊരു ഫോർമാലിറ്റിയാണ്. പക്ഷെ നമ്മൾ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ആ ഒരു ചേർത്ത് നിർത്തുന്ന ആ ഒരു രീതി, അതാണ് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ മോദിജിയെ ഈ ലോകം മുഴുവൻ അംഗീകരിച്ചത്. അപ്പോൾ അത് അദ്ദേഹം ചൂസണാണ്. അദ്ദേഹം ഒരു ഈശ്വരൻ തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ആദ്യമായിട്ടാകുന്നത് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ്. ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം MLA പോലും ആയിട്ടില്ല. MLA ആയിട്ടില്ല അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് കടന്നു ചെല്ലുന്നത്. അതുപോലെ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം MP ആയിട്ടില്ല. അദ്ദേഹം പാർലമെന്റിലേക്ക് കടന്നു ചെല്ലുന്നത് പ്രധാനമന്ത്രിയായിട്ടാണ്. അപ്പോൾ അത് സാധാരണ ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ഈശ്വരൻ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഭാരതത്തെ രക്ഷിക്കാൻ, സംസ്കാരത്തെ രക്ഷിക്കാൻ, നമ്മുടെ ദേശീയതയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. നമുക്ക് സിനിമാ ലോകത്തോട്ട് തിരിച്ചു പോയാലോ? പിന്നെന്താ, കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, സിനിമാ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന ഒരു പേരാണ് വിജയ് തമ്പി എന്നുള്ളത്. അപ്പോൾ സിനിമാക്കാർ നമ്മുടെ എന്താ കേരളത്തിൽ സിനിമാക്കാരെപ്പോഴും സിനിമാക്കാർ തന്നെ ആയിരിക്കും. ജനങ്ങൾക്ക് സമൂഹപരം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുത്താൻ കുറച്ച് വിഭിന്നതയുള്ളൊരു സംസ്കാരമാണ് കേരളത്തിലേത്, അല്ലേ? അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തനായിട്ട് തോന്നിയത് സുരേഷ് ഗോപി അദ്ദേഹമായിരുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അതങ്ങോട്ട് ഇങ്ങനെ എന്താ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ പിന്തുടരുന്നെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ തമിഴ്നാട്ടിലും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഭയങ്കര വിഭിന്നമാണ്. അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. അത് ഞാൻ പറഞ്ഞ ചില ആൾക്കാർ, അതായത് നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു എന്താ പറയുക അംഗീകരിക്കാത്തൊരു അവസ്ഥയുണ്ട്. ഒരു നല്ലതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആൾക്കാരെ ബഹുമാനിക്കാൻ ബുദ്ധിമുട്ട്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ സിനിമയെ പറഞ്ഞു, സിനിമയെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവർ നമ്മളോടൊക്കെ കാണിക്കുന്ന ഒരു ബഹുമാനം, അതായത് വിജയ് തമ്പിയോടുള്ള ബഹുമാനമല്ല, ഒരു സംവിധായകനോടുള്ള ബഹുമാനം, അത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ്. അതായത് ഞാൻ പണ്ട് എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് എൻ്റെ ഗുരു ശ്രീ ബാലേന്ദ്ര മേനോൻ സാറ് ശിവാജി ഗണേശനെ വെച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്, തായ്ക്കൊരു താലാട്ടം എന്ന് പറഞ്ഞിട്ട്. അത് മലയാളത്തിൽ ഒരു പൈങ്കിളി കഥ എന്ന് പറഞ്ഞ് വന്ന സിനിമയാണ്. ഞാനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ തമിഴ് വന്നപ്പോൾ ആ സെറ്റിൽ നമ്മൾ പോകുമ്പോൾ ശിവാജി ഗണേശൻ എന്ന് പറയുന്നത് തമിഴിലെ തന്നെ ഏറ്റവും ടോപ്പ്, അതിലെല്ലാവരും ബഹുമാനിക്കുന്ന അദ്ദേഹം സെറ്റിലേക്ക് വരുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കാല് വീണാണ്. അദ്ദേഹം ശ്രീ ബാലേന്ദ്ര മേനോനോട് പെരുമാറുന്ന രീതി, സർ സർ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് നമുക്കിവിടെ ഇല്ലാത്ത ഇവിടെ നമ്മുടെ, ഞാൻ സിനിമയല്ല പറയുന്നത്, സാധാരണഗതിയിൽ തന്നെ പൊതുവെയും ആൾക്കാരെ ഒരു മുതിർന്നവരെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ അവർ പറയുന്നൊന്ന് കേൾക്കാൻ ഒക്കെ ഒരു വിമുഖത കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് അത് ആ ഒരു കാലഘട്ടത്തിൻ്റെയാണ്, അത് മാറുമ്പോൾ ശരിയാവും. ഒരു പ്രായത്തിൻ്റെ സംഭവമാണ്. ആ പ്രായം കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും. നമ്മളൊരു പിന്നെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ചത് ഹിന്ദുവായിട്ടാണ്, ജീവിക്കുന്നത് ഹിന്ദുവായിട്ടാണ്, മരിക്കുന്നതും ഹിന്ദുവായിട്ടായിരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അടുത്ത തലമുറ അങ്ങനെ വരണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാനൊരു സ്വാഭിമാന ഹിന്ദുവാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കളില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഉള്ള പല ജാതിയുടെ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഐ എം സ്വാഭിമാന ഹിന്ദു, ഐ എം എ പ്രൗഡ് ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആചരണങ്ങൾ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചു പോകുന്നു. നമ്മൾ ക്ഷേത്ര ദർശനം, ഇപ്പം എത്ര പേര് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകുന്ന എത്ര പേരുണ്ട്? പ്രത്യേകിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ കാണുന്ന ചെറുപ്പക്കാർ വളരെ കുറവാണ്. ചിലപ്പോൾ അവർക്കൊക്കെ ഭക്തി ഉണ്ടാവാം, അവരുടെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാവാം, പക്ഷേ അത് ഒരു കൃത്യമായ രീതിയിലാണോ? നമുക്ക് ഇപ്പോൾ എപ്പോഴും പറയുന്നത് എന്താ, മുമ്പേ നടക്കുന്ന ഗോവ് തൻ്റെ പിന്മേ നടക്കുന്നു ഗോക്കളെല്ലാം എന്നാണ്. അപ്പോൾ നമ്മൾ മുതിർന്നവർ കാണിച്ചു കൊടുക്കുന്നതല്ലേ വീട്ടിൽ കുട്ടികൾ കാണുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലിപ്പം കൃത്യമായ രീതിയിൽ പൂജ ചെയ്യും, അല്ലെങ്കിൽ രാവിലെ വിളക്ക് കത്തിക്കുന്നു, നാമം ജപിക്കുന്നു,
വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നു, നാമം ജപിക്കുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളും ആദ്യം തൊട്ടേ അത് കണ്ടു പഠിക്കുകയാണ്. ഒരു വയസ്സാകുമ്പം തൊട്ട് അവരെ പൂജാമുറി കൊണ്ടിരുത്തുക, അല്ലെങ്കിൽ അവരെ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ചന്ദനം തൊടുകയോ അല്ലെങ്കിൽ സിന്ദൂരം തൊടുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ അവർക്ക് ആ ഒരു ശീലം വരും. കുറച്ച് മുതിർന്നൊരു 10-15 വയസ്സായി കഴിയുമ്പോൾ നീ പോയി പൂജാമുറി പോയി ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നീ പോയി ചന്ദനം തൊടുന്ന് പറയുമ്പോൾ അവർ അതിനെ എതിർക്കും. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ആ ഒരു ശീലമാണ്, ശീലത്തിൻ്റെ ഭാവമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം വൈകുന്നേരം മേല് കുളിച്ചിട്ടെങ്കിലും വന്നൊരു ഭസ്മക്കുറി ഇട്ടിട്ട് കുറച്ചു നേരം നാമം ജപിച്ചില്ലെങ്കിൽ രാത്രി ഭക്ഷണം കിട്ടത്തില്ല എന്നുള്ളൊരവസ്ഥ വരെ ഉണ്ടായ കാലമുണ്ട്. അപ്പം അത് നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമാണ്. ആ ശീലം ഇന്ന് കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഞാൻ കുട്ടികളെ ഒരിക്കലും കുറ്റം പറയില്ല. കാര്യം അവിടുത്തെ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവർക്ക് സമയമില്ല. ആ സമയമില്ലായ്മ കൊണ്ട് പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത തലമുറ നമ്മുടെ ഒരു ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോ മാതാപിതാക്കളും ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് അകന്നു പോകും. അത് പിന്നെയാണ് അവർ മനസ്സിലാക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴത്തെ ഒരു തലമുറ അച്ഛനും അമ്മയോടും സ്നേഹമുള്ള, അല്ലെങ്കിൽ അത്ര കുട്ടികളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അവരോടുള്ളൊരു ആത്മാർത്ഥതയാണ്. ഇപ്പം പല ആൾക്കാരും വയസ്സായി കഴിയുമ്പോൾ അച്ഛനും അമ്മയും കൊണ്ട് ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ്. ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രയോ പേർ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ അവിടെ ഉണ്ട്. അതുപോലെ ഓരോ സ്ഥലങ്ങളിലുമുണ്ട്. ഓച്ചറ ക്ഷേത്രത്തിൽ ചെന്നാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് സ്വന്തം മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കാൻ ഒരു മകനോ മകൾക്കോ കഴിയുന്നത്? ആ ആത്മാർത്ഥത, ആ ബന്ധമില്ലാത്തതുണ്ടല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കഴിയുമോ? അച്ഛനും അമ്മയും എനിക്ക് കുഞ്ഞിനെ വേണ്ട, വഴി കളയാം. ഇപ്പം അങ്ങനെ സംഭവിക്കുന്നുണ്ടില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അപൂർവം. പക്ഷെ അങ്ങനെയല്ല. സ്വന്തം അമ്മയോ അച്ഛനെയോ ഉപേക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും ഒറ്റപ്പെടുത്താൻ ഇന്ന് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് ബന്ധങ്ങളില്ലാത്തതുകൊണ്ടാണ്. ആ ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആണെങ്കിൽ അങ്ങനൊരു ചിന്ത ഉണ്ടാവില്ല. അത് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് മാത്രമേ ഇല്ലാതുള്ളൂ. കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ഇവർക്ക് ഈ പറഞ്ഞ എന്താ പറയുക, സനാതന ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, ആധ്യാത്മികത എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, നമ്മുടെ പുരാണ വിഷയങ്ങൾ അറിയുന്നില്ല. പക്ഷെ മറ്റു മതങ്ങൾ എടുത്തു നോക്കൂ, ഒരു ക്രിസ്ത്യൻ മതത്തെ എടുത്തു നോക്കൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതമെന്നും അവരുടെ രീതി എന്താണെന്ന് പഠിപ്പിക്കാൻ വളരെ ചെറുപ്പത്തിലേ തന്നെ സൺഡേ സ്കൂളുണ്ട്. സൺഡേ സ്കൂളിൽ 2 ദിവസം കുട്ടി ചെന്നില്ലെങ്കിൽ, 2 ഞായറാഴ്ച ചെന്നില്ലെങ്കിൽ അവിടുത്തെ പള്ളിയിലച്ഛൻ ആ കുട്ടിയുടെ അച്ഛനെ വിളിച്ച് ചോദിക്കും, എന്താ കുട്ടിയെ കാണാത്തതെന്ന്. അപ്പം അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം തൊട്ട് പഠിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്രസകളിൽ അവർക്ക് ആ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല? ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ഗീതാ പഠനമോ അല്ലെങ്കിൽ ഒരു പുരാണ പഠനമോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യ ദിവസം കുറച്ച് ആൾക്കാർ കാണും. ഓരോ ദിവസം കൊഴിഞ്ഞ് അവസാനം ഈ പറയാൻ വന്ന പറഞ്ഞു കൊടുക്കാൻ വരുന്ന ആൾ മാത്രം ബാക്കിയാവും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് കുട്ടികളെ അല്ല കുറ്റം, അത് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും നിർബന്ധമില്ല, നിങ്ങൾ ഈശ്വര ഭക്തനാവണം നിർബന്ധമില്ല, നിങ്ങൾ മറ്റേ സനാതനധർമ്മം പാലിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം, സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം കൊണ്ട് അടുത്ത തലമുറ കൂടെ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.